എല്ലാവർക്കും നമസ്കാരം. ശ്രീകുളത്തൂർ ദേവസ്ഥാനം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ സ്വഭാവ വിശേഷങ്ങളും ഗുണദോഷ ഫലങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർ സൗന്ദര്യവും ആകർഷകമായ കണ്ണുകളും ഉള്ളവരായിരിക്കും. കല, സ്ത്രീ വിഷയങ്ങൾ എന്നിവയിൽ താല്പര്യമുള്ളവരായിരിക്കും. ആഡംബരങ്ങൾ, വാഹനങ്ങൾ, നിറപ്പകിട്ടുകൾ തുടങ്ങിയവയിൽ താല്പര്യമുള്ള ഇവർ വലിയ ഉത്സാഹശാലികളും ആയിരിക്കും. ഇവരിൽ പലർക്കും വിദേശവാസത്തിലൂടെ ഭാഗ്യം സിദ്ധിക്കാറുണ്ട്. പിതാവിനേക്കാൾ മാതാവിൽ നിന്നുമാണ് ഇവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കാറ്. സാഹസകർമ്മങ്ങളിൽ ഏർപ്പെടുവാനുള്ള മനക്കരുത്തും ഇവർക്കുണ്ടായിരിക്കും. ദയാലുക്കളായ ഇവർ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദാനം ചെയ്യുന്നതിന് തയ്യാറാകും. ജീവിതത്തിൻ്റെ രണ്ടാം പകുതിയിലാണ് ഇവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുക. പലരും ജനിച്ച വീട് വിട്ട് അന്യദേശത്ത് താമസിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ഇവരുടെ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരിക്കുകയല്ല ചിലരുടെ. അതിന് കാരണം പലപ്പോഴും രഹസ്യ ബന്ധങ്ങളും ആയിരിക്കും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് പല ക്ലേശങ്ങളും വിവാഹ ജീവിതത്തിൽ വന്നുകൂടുന്നതായിട്ട് കാണാറുണ്ട്. എങ്കിലും അവരുടെ ജീവിതം ഐശ്വര്യപ്രദമായിരിക്കും. പ്രായോഗിക ബുദ്ധി കൂടുതൽ ഉള്ളവരായിരിക്കും ചിത്തിര നക്ഷത്രക്കാർ. കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുവാനും കുഴപ്പം പിടിച്ച പ്രശ്നങ്ങൾക്ക് പ്രതിവിധി കാണുവാനും അസാധാരണമായ കഴിവ് ഇവർ പ്രകടിപ്പിക്കാറുണ്ട്. തന്ത്രപൂർവം പ്രവർത്തിച്ച് സ്വന്തം ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനായിട്ട് ഇവർക്ക് നല്ല കഴിവുണ്ട്. സ്നേഹം തോന്നുന്നവരോട് അങ്ങേയറ്റം ആത്മാർത്ഥത ഇവർ പുലർത്തും. അതുപോലെ ഇഷ്ടമില്ലാത്തവരോട് അകന്ന് നിൽക്കുകയും ചെയ്യും. എന്നിരുന്നാലും അവരോടൊന്നും എതിർത്ത് നിൽക്കുവാനായിട്ട് ഇവർ ശ്രമിക്കാറില്ല. മത്സരങ്ങളിലൊക്കെ പിന്മാറാതെ നിൽക്കും. എതിർപ്പുകൾ ഉണ്ടായാലും തുടങ്ങി വെച്ച കാര്യങ്ങൾ പൂർത്തിയാക്കാതെ അവർ പിന്നോട്ട് മാറാറില്ല. എല്ലാവരോടും സ്നേഹമായിട്ട് തന്നെ പെരുമാറും. അന്യരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും അവരോട് വിധേയത്വം ഭാവിക്കുകയും ഒക്കെ ചെയ്യും. എന്തായാലും സ്വന്തം ഇഷ്ടമനുസരിച്ചിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക. പക്ഷേ അന്യരുടെ അഭിപ്രായങ്ങളിൽ സ്വീകാര്യമായവ സ്വീകരിക്കുവാനായിട്ട് ഇവർ മടി കാണിക്കാറില്ല. അന്യർക്ക് വേണ്ടി അധ്വാനിക്കുമെങ്കിലും സ്വന്തം കാര്യങ്ങൾ ബലികഴിക്കാൻ ഒരിക്കലും ഇവർ തയ്യാറാവുകയില്ല. മഹാമനസ്കതയോടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കാണുന്ന സ്വഭാവം ഇവർക്ക് ഉണ്ടാകും. വേദനിക്കുന്നവരെ സഹായിക്കുവാനായിട്ട് ഇവർ സന്നദ്ധത കാണിക്കും. പക്ഷേ സാമ്പത്തിക നഷ്ടം ഒഴിവാക്കുവാനായിട്ട് ശ്രമിക്കും. കൊടുക്കൽ വാങ്ങലുകളിൽ ഇവർ കർക്കശത്വം പാലിക്കും. വാദപ്രതിവാദങ്ങളിൽ എങ്ങനെയെങ്കിലും വിജയം നേടുവാനായിട്ട് ഇവർ ശ്രമിക്കും. സത്യത്തിന് വിരുദ്ധമായിട്ട് പോലും ഇവർ വാദിക്കുവാനായിട്ട് മടി കാണിക്കാറില്ല. സ്വജനങ്ങളിൽ നിന്ന് അകന്നു കഴിയും. ജനിച്ച വീട് അനുഭവത്തിൽ വരികയില്ല. മാതാപിതാക്കളോട് അടുപ്പക്കുറവ് കാണിക്കും. പക്ഷേ മാതാപിതാക്കളെ പുകഴ്ത്തി പറയുകയും അവരുടെ മഹത്വത്തിൽ അഭിമാനം കൊള്ളുകയും ചെയ്യും. മാതാവിനോട് പ്രത്യേകമായ ഒരു വിധേയത്വം ഇവർക്ക് ഉണ്ടാകും. മധ്യവയസ്സോടുകൂടി ദൂരസ്ഥലത്ത് സ്ഥിരതാമസമാക്കുവാനായിട്ട് സാധ്യതയുണ്ട്. എതിർപ്പുകളും ശത്രുതയും എന്നും ഇവർക്ക് നേരിടേണ്ടി വരും. അടുത്ത് ഇടപഴകുന്നവർ അസൂയാലുക്കളായിട്ടും മാറും. അപവാദങ്ങൾ സഹിക്കേണ്ടി വരും. പക്ഷെ അതൊന്നും അത്ര കാര്യമാക്കുകയില്ല. അസാധാരണമായ മനഃശക്തി ഉണ്ടാകും. ഭാവിയെപ്പറ്റി യാദൃച്ഛികമായി ഉണ്ടാകുന്ന തോന്നലുകൾ യാഥാർത്ഥ്യമായിട്ട് തീർന്നെന്ന് വരാം. ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കുമെങ്കിലും മധ്യവയസ്സ് മുതൽ എന്തെങ്കിലും ഔഷധം തുടർച്ചയായി കഴിക്കേണ്ടതായിട്ട് വരും. ബാല്യകാലത്ത് രക്തദൂഷ്യ രോഗങ്ങൾ മൂലം ക്ലേശിക്കും. 30 വയസ്സുവരെ പലവിധ ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വരും. 30 വയസ്സ് മുതൽ 37 വയസ്സ് വരെയുള്ള കാലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. 38 വയസ്സ് മുതൽ 56 വയസ്സ് വരെയുള്ള കാലം ആരോഗ്യപരമായി അത്ര മെച്ചമായിരിക്കുകയില്ലെങ്കിലും സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. 56 വയസ്സിന് ശേഷമേ ശാന്തവും സമാധാനപരവുമായിട്ട് ജീവിതം നയിക്കാനായിട്ട് ഇവർക്ക് സാധിച്ചെന്ന് വരികയുള്ളൂ. ഇവരുടെ വിവാഹത്തിന് കാലതാമസം നേരിട്ടേക്കാം. വിവാഹം കൊണ്ട് കാര്യമായ സാമ്പത്തിക നേട്ടം ഇവർക്കുണ്ടായെന്ന് വരികയില്ല. കുടുംബജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. സന്താനങ്ങളുടെ ഉയർച്ച മൂലം സന്തോഷിക്കാനായിട്ട് ഇടയുണ്ടാകും. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ വിവാഹം വളരെ നേരത്തെയോ വളരെ താമസിച്ചോ ആകാനായിട്ട് സാധ്യതയുണ്ട്. ഭർത്താവിനെ വകവയ്ക്കാത്തത് മൂലം പല ബുദ്ധിമുട്ടുകളും ഇവരുടെ വിവാഹ ജീവിതത്തിൽ ഉണ്ടായേക്കാം. പൊതുവെ സ്വസ്ഥത കുറവായിരിക്കും. ഭർത്താവിൽ നിന്ന് അകന്നു കഴിയുവാനുള്ള സാഹചര്യവും ഉണ്ടായേക്കാം. ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ വിശാഖം, തൃക്കേട്ട, പൂരാടം എന്നിവയാണ്. ചിത്രയുടെ ആദ്യ പകുതി കന്നിക്കൂറിൽ ജനിച്ചവർക്ക് അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യപാദവും പ്രതികൂല നക്ഷത്രങ്ങളാണ്.
അതുപോലെ രണ്ടാം പകുതിയായ തുലാക്കൂറിൽ ജനിച്ചവർക്ക് കാർത്തികയുടെ മുക്കാലും രോഹിണി മകയിരത്തിന്റെ ആദ്യ പകുതിയും പ്രതികൂല നക്ഷത്രങ്ങളാണ്. ഈ പറഞ്ഞ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുമായിട്ട് കൊടുക്കൽ വാങ്ങലുകളോ ബിസിനസ്സോ വിവാഹ ബന്ധത്തിലോ ഏർപ്പെടുന്നത് നല്ലതായിരിക്കില്ല. ഇവർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ വ്യാഴം, ബുധൻ, ശുക്രൻ എന്നീ ദശകളിൽ ഇവർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. ചിത്തിര, അവിട്ടം, മകയിരം എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനവും മറ്റു പൂജാതി കാര്യങ്ങളും നടത്തുക. ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഇവർ പതിവായി അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും. ജാതകത്തിൽ ചൊവ്വ ഓജരാശിയിൽ സ്ഥിതി ചെയ്താൽ സുബ്രഹ്മണ്യനെയും, യുഗ്മരാശിയിലാണെങ്കിൽ ഭദ്രകാളിയെയും ഭജിക്കുന്നത് നന്നായിരിക്കും. ചിത്ര നക്ഷത്രവും ചൊവ്വാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ വ്രതം തുടങ്ങിയവ അനുഷ്ഠിക്കുക. കന്നിക്കൂറുകാരായ ചിത്രക്കാർ ബുധനെ പ്രീതിപ്പെടുത്തുകയും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം, ഭാഗവത പാരായണം തുടങ്ങിയവ നടത്തുന്നതും നന്നായിരിക്കും. തുലാക്കൂറുകാരായ ചിത്രക്കാർ മഹാലക്ഷ്മി ഭജനം, ശുക്രപ്രീതി കർമ്മകരമായ കർമ്മങ്ങൾ എന്നിവ നടത്തുന്നതും അഭികാമ്യമാണ്. കന്നിക്കൂറിൽ ജനിച്ച ചിത്ര നക്ഷത്രക്കാർക്ക് ചുവപ്പ്, പച്ച നിറങ്ങളാണ് അനുകൂലമായത്. അതുപോലെ തുലാക്കൂറിൽ ജനിച്ചവർക്ക് വെള്ളയും ഇളം നീലയുമാണ് അനുകൂല നിറങ്ങൾ. ഇത് ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ സ്വഭാവങ്ങളാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കണം. ജനിക്കുന്ന സമയത്തെ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തി മാത്രമേ പൂർണ്ണമായ ഗുണദോഷ ഫലങ്ങൾ പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനാൽ ഉത്തമനായ ഒരു ജ്യോതിഷാചാര്യൻ്റെ ഉപദേശം തേടാവുന്നതാണ്. എന്നെ ബന്ധപ്പെടണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ജനന വിവരങ്ങൾ അയച്ചാൽ ജനന തീയതി, ജനന സമയം, ജനന സ്ഥലം കൃത്യമായി അയച്ചു തന്നാൽ രണ്ടുപേരുടെയും സമയ ലഭ്യത അനുസരിച്ചിട്ട് സംസാരിക്കാവുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.